ഹലോ വെൽക്കം ബാക്ക് ഗൈസ്. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ വേഴ്സസ് ചെന്നൈ സൂപ്പർ കിങ്സ്. IPL ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയൊരു കംബാക്ക് കാണാൻ സാധിക്കുന്ന ഒരു മത്സരമായി ഇത് മാറിയേക്കാം മത്സരം നടന്നാൽ. കാരണം ഈ ഒരു മത്സരത്തിലേക്ക് പറയുന്നത് 35% തൊട്ട് 50% വരെ 7:30 മുതൽ, അതായത് മത്സരം നടക്കുന്ന 7:30 മുതൽ 11:30 വരെ മഴയുടെ സാധ്യതകൾ പറയുന്നുണ്ട്. അങ്ങനെ ഈ ഒരു മത്സരം മഴ മൂലം നടന്നില്ല എങ്കിൽ ഈക്വൽ പോയിന്റ് രണ്ട് ടീമുകൾക്കും കൊടുക്കുന്നതോടുകൂടി തന്നെ ചെന്നൈ സൂപ്പർ കിങ്സ് ഓട്ടോമാറ്റിക്കായിട്ട് പ്ലേ ഓഫിലേക്ക് ക്വാളിഫൈ ചെയ്യും. RCB പുറത്താവുകയും ചെയ്യും. ആൻഡ് RCBക്ക് വളരെ മികച്ചൊരു ജയം തന്നെ, നെറ്റ് റൺ റേറ്റ് ഓവർടേക്ക് ചെയ്ത് ചെന്നൈ സൂപ്പർ കിങ്സിനെ ഓവർടേക്ക് ചെയ്ത് കയറാൻ വേണ്ടി വളരെ മികച്ചൊരു ജയം തന്നെ ഇവിടെ ആവശ്യവുമാണ്. ഈ ഒരു മത്സരം നടന്നാൽ അഡ്വാൻറ്റേജ് ചെന്നൈ സൂപ്പർ കിങ്സിനാണോ RCBക്കാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ RCBക്കാണ് ചെറിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയേണ്ടി വരും. കാരണം റീസെന്റ് ആയിട്ടുള്ള മത്സരങ്ങളിൽ മികച്ച പെർഫോമൻസ് ആണ് RCB നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അവിടെ ഒരു വലിയ തിരിച്ചടി ആയിട്ടുള്ളത് വിൽ ജാക്സിന്റെ പോക്കാണ്. ആ ഒരു പൊസിഷനിലേക്ക് ഇനി കളിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യത എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് നമുക്ക് എല്ലാവർക്കും അറിയാം മാക്സ്വെൽ ആക്ച്വലി ഈ ഒരു സീസണിൽ അത്ര നല്ല ടച്ചിലല്ല. അതുകൊണ്ട് തന്നെ എത്രത്തോളം അവരുടെ ബാറ്റിംഗ് സൈഡിൽ അവർക്ക് ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് കാത്തിരുന്ന് തന്നെ കാണണം. ചെന്നൈയുടെ ഏറ്റവും വലിയ വീക്ക്നെസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ മെയിൻ ബോളർ ആയിട്ടുള്ള പതിരനെ അവർ നന്നായിട്ട് തന്നെ മിസ് ചെയ്യുന്നുണ്ട്. ദീപക് ചഹർ തിരിച്ചു വരുമോ എന്നുള്ള കാര്യത്തിൽ ഇതുവരെ കൺഫർമേഷൻ കിട്ടിയിട്ടില്ല. അതായത് ദീപക് ചഹർ പ്രാക്ടീസ് ഒക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ തിരിച്ചു വരുമോ എന്നുള്ള കാര്യത്തിൽ കൺഫർമേഷൻ കിട്ടിയിട്ടില്ല. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇവരുടെ ബോളിംഗ് സൈഡിൽ വലിയൊരു പ്രശ്നം ഇവർ അഭിമുഖീകരിക്കുന്നുണ്ട്. അത്ര നല്ലൊരു ബോളിംഗ് അറ്റാക്ക് അല്ല നിലവിൽ ചെന്നൈ സൂപ്പർ കിങ്സിനുള്ളത്. അതോടൊപ്പം തന്നെ ബാറ്റിംഗ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മികച്ച ഓപ്പണിംഗ് പാർട്ണർഷിപ്പ് കണ്ടെത്താനാവാതെ ചെന്നൈ സൂപ്പർ കിങ്സ് കുഴയുന്നുണ്ട്. അതായത് പവർ പ്ലേയിൽ അത്ര നല്ല സ്കോർ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ബാറ്റിംഗ് സൈഡിൽ നിന്ന് വരുന്നില്ല. ഇതാണ് ഞാൻ RCBക്ക് ചെറിയൊരു അഡ്വാൻറ്റേജ് ഉണ്ടെന്ന് പറഞ്ഞത്. ഈ ഒരു മത്സരത്തിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ അത്യാവശ്യം നല്ലൊരു ഡ്രെയിനേജ് സംവിധാനമാണുള്ളത്. അഥവാ മഴയൊന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വെള്ളം വലിഞ്ഞു പോകാനുള്ള സംവിധാനങ്ങളെല്ലാം തന്നെ ചിന്നസ്വാമിയിലുണ്ട്. അപ്പോൾ എത്രത്തോളം ചെറിയ ഓവറുകൾ നടന്നാലും മാക്സിമം മത്സരം നടത്തുക എന്നുള്ളത് തന്നെയായിരിക്കും, അല്ലെങ്കിൽ മത്സരം നടക്കുക എന്നുള്ളതായിരിക്കും RCB ഫാൻസിന്റെ ആഗ്രഹം. ചെന്നൈ സൂപ്പർ കിങ്സിനെ സംബന്ധിച്ച് ഈ ഒരു മത്സരം നടന്നില്ലെങ്കിലും അവരെ സംബന്ധിച്ച് യാതൊരു പ്രശ്നവുമില്ല. കാരണം അവർ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഒരു മത്സരം നടന്നില്ലെങ്കിൽ ക്വാളിഫൈ ചെയ്യുന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതോടൊപ്പം തന്നെ ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ ഒരു മത്സരം നടന്നു കഴിഞ്ഞാൽ IPL ചരിത്രത്തിൽ ഈ ഒരു സീസണിൽ ഏറ്റവും ഹൈപ്പുള്ളൊരു മാച്ചാണ് നടക്കാൻ പോകുന്നത്. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു കാര്യം. അത്രമാത്രം വ്യൂവേഴ്സ് നോക്കുന്നൊരു മത്സരം തന്നെയായിരിക്കും ഇതെന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശം കമൻറ്റായി രേഖപ്പെടുത്തുക. നിങ്ങൾ ആരെയാണ് സപ്പോർട്ട് ചെയ്യുന്ന ഈ ഒരു മത്സരം നടക്കാൻ സാധ്യതയുണ്ടെന്നൊക്കെ നിങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇറ്റ്സ് മീ ഗോകുലം സൈനിങ് ഔട്ട്. ബൈ ബൈ ഗൈസ്.